ഹായ്, ഞാൻ സജിത് നാരായൺ, ഫിനാൻസ് ആൻഡ് ടാക്സ് ട്രെയിനറാണ്. ഈ 2 മണിക്കൂർ ലൈവ് വെബിനാറിൽ GSTയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ GST നിയമം മുഴുവനും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ GST റിട്ടേൺ ഫയലിംഗ് കൃത്യമായും സമയബന്ധിതമായും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പല ആളുകളും നോട്ടീസ് വന്നതിന് ശേഷം മാത്രമാണ് ഇത് തിരിച്ചറിയുന്നത്. പലരും ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടാവാം, സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടാവാം. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ GST റിട്ടേൺ ഫയലിംഗ് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വർക്ക് നമ്മുടെ ബിസിനസ് വലുതാവുന്നതനുസരിച്ച് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് കൃത്യമായും സമയബന്ധിതമായും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും, മറ്റേ സൈഡിലൂടെ പെനാൽറ്റി ആയിട്ടും ലേറ്റ് ഫീ ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും എമൗണ്ട് ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. കൃത്യമായ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്താലും അതിനുള്ള സംവിധാനങ്ങൾ ബിൽഡ് ചെയ്താലും ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പരിധി വരെ നമുക്ക് ചെറുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ GSTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കുന്നത് തന്നെയാണ്, അല്ലെ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഓഫീസ് എക്സ്പെൻസ് ചെയ്യുന്ന സമയത്ത്, ഓഫീസ് സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് പോലും നമുക്ക് GSTയിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ ITC ക്ലെയിം എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ടാക്സ് സിസ്റ്റം കൊണ്ട് തന്നെ നമുക്ക് പ്രയോജനം ലഭിക്കുന്നത്. കൂടാതെ RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം ആർക്കൊക്കെയാണ് ബാധകമാവുന്നത്, വേ ബില്ല്, ഇൻവോയ്സ്, ഇതെല്ലാം നമ്മൾ ഈ വെബിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ see you on live webinar.